നമസ്കാരം. ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. ബീഹാർ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രധാന നിരീക്ഷണവുമായി സുപ്രീം കോടതി. പുതുക്കിയ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് വോട്ടർമാർക്ക് തിരിച്ചറിയൽ രേഖയായി ആധാർ ഉപയോഗിക്കാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി നിർദ്ദേശിച്ചത്. ആധാർ പൗരത്വ രേഖയല്ലെന്നും ഉത്തരവിൽ കോടതി വ്യക്തമാക്കി. ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 23(4) പ്രകാരം ഏതൊരു വ്യക്തിയുടെയും ഐഡന്റിറ്റി സ്ഥാപിക്കുന്നതിനുള്ള രേഖയാണ് ആധാർ കാർഡ്. ആധാർ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകാനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി നിർദ്ദേശിച്ചു. വോട്ടർമാർ ഹാജരാക്കുന്ന ആധാർ കാർഡുകളുടെ ആധികാരികത പരിശോധിക്കാൻ കമ്മീഷന് അവകാശമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി സ്വീകരിക്കാമെന്നും ECIയുടെ ഉറപ്പും സുപ്രീം കോടതി രേഖപ്പെടുത്തി. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള രേഖയായി ആധാർ കാർഡ് ECI ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നില്ല എന്നും SIR വിജ്ഞാപനത്തിൽ ECI വ്യക്തമാക്കിയ 11 രേഖകളിൽ ഏതെങ്കിലും ഹാജരാക്കണമെന്ന വ്യവസ്ഥയുണ്ടെന്നും ചൂണ്ടിക്കാട്ടി RJDയും മറ്റ് ഹർജിക്കാരും സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ് കല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ആധാർ കാർഡ് കൂടി പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി 3 തവണ ഉത്തരവിട്ടിട്ടും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരും ബൂത്ത് ലെവൽ ഓഫീസർമാരും അത് സ്വീകരിക്കുന്നില്ല എന്നാണ് RJDക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ വാദിച്ചത്. ആധാർ കാർഡ് സ്വീകരിക്കാത്ത നിരവധി വോട്ടർമാരുടെ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ടെന്നും സിബൽ പറഞ്ഞു. ജൂലൈ 10-നാണ് കോടതി ആദ്യമായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് ആധാർ കാർഡും റേഷൻ കാർഡും ഇലക്ട്രൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡും പരിഗണിക്കാൻ ECIയോട് നിർദ്ദേശിച്ചത്. ഓഗസ്റ്റ് 22-ന് കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വ്യക്തികൾക്ക് ആധാർ കാർഡോ മറ്റു 11 രേഖകളോ സഹിതം ഉൾപ്പെടുത്തുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാമെന്നും കോടതി ഉത്തരവിട്ടു.